ഗാർഡൻ ടൈൽസ്, ഗാർഡൻ വർക്കുകൾ, ആർട്ടിഫിഷ്യൽ ഗ്രാസ് തുടങ്ങിയവ നമ്മുടെ ബജറ്റിന് അനുയോജ്യമായ രീതിയിൽ ഒരുക്കിയിരിക്കുന്നു. സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ BIS സർട്ടിഫൈഡ് ISI മാർക്കുള്ള പേവിംഗ് ടൈൽസ് ഡ്യൂറാകോം ഇൻഡസ്ട്രീസിൽ മാത്രം. ഡ്യൂറാകോം ഇൻഡസ്ട്രീസ്, കാരിക്കോട്, ഒക്കൽ. കാഞ്ഞൂർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ ദർശന തിരുനാളിന് തുടക്കം കുറിച്ച് വികാരി ഫാദർ ജോയി കണ്ണമ്പുഴ കൊടിയുയർത്തി. രാവിലെ 5:30-നും 7-നും വിശുദ്ധ കുർബാന, തുടർന്ന് ലൈത്തോരന്മാരുടെ വാഴ്ച, വൈകിട്ട് 5:30-ന് പ്രസ്തുതന്തി വാഴ്ച, തുടർന്ന് വിശുദ്ധ കുർബാന, നവേന, സൽവലതിഞ്ഞ് 7-ന് രാവിലെ 5:30-നും 7-നും വിശുദ്ധ കുർബാന, നേർച്ച പായസം, വെഞ്ചിരിപ്പ്, വൈകിട്ട് 4:30-ന് വിശുദ്ധ കുർബാന, നവേന, തുടർന്ന് അങ്ങാടി പ്രദക്ഷിണം. തിരുനാൾ ദിനമായ 8-ന് ഞായറാഴ്ച രാവിലെ 5:30-നും 7-നും വിശുദ്ധ കുർബാന, 9 മണിക്ക് തിരുനാൾ പാട്ട് കുർബാന, പള്ളി ചുറ്റി പ്രദക്ഷിണം, തുടർന്ന് നേർച്ച സദ്യ ആരംഭിക്കും. വൈകിട്ട് 5:30-ന് വിശുദ്ധ കുർബാന, നവേന, രാത്രി 7:30-ന് നാടകം എന്നിവയുണ്ടാവും. ഊട്ടുസദ്യക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, എൻ്റെ പേര് ഫാദർ ജോയി കണ്ണമ്പുഴ, ഇവിടുത്തെ വികാരിയാണ്, കാഞ്ഞൂർ ഫൊറോന വികാരി കൂടിയാണ്. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നവർ ജോസി കോഴിക്കാട് പള്ളിയുടെ ട്രസ്റ്റി, തൊട്ടടുത്തിരിക്കുന്നത് ജോസ് പാറയ്ക്കാൻ, മറ്റൊരു ട്രസ്റ്റി, അതിനടുത്തിരിക്കുന്ന ആള് നമ്മൾ ഈ പ്രാവശ്യം ഇന്ന് തിരുനാളിന് ആരംഭം കുറിച്ചു. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദർശന തിരുനാളിൻ്റെ പ്രസിദ്ധി. തൊട്ടടുത്ത് ഇരിക്കുന്നത് ലിജോ ഐക്കരേത്ത്. ഈ തിരുനാളിന് നമ്മൾ വിപുലമായിട്ടൊരു നേർച്ച സദ്യ ഒരുക്കുന്നുണ്ട്. തിരുനാളിൻ്റെ അങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ജനറൽ കൺവീനറാണ്. തൊട്ടടുത്ത് ജോയിൻ കൺവീനർ ജോയി കാഞ്ഞിരത്തിങ്കൽ. തൊട്ടടുത്ത് തന്നെ നമ്മുടെ ട്രഷറർ ബെന്നി കോഴിക്കാട്, പിന്നെ നമ്മുടെ ദർശന സമൂഹത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ സെബാസ്റ്റ്യൻ മഞ്ജലി. ഇത്ര പേരാണ് ഇവിടെ വേദിയിലിരിക്കുക. നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഇന്നത്തെ പ്രസ് കോൺഫറൻസിലേക്ക് ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കാഞ്ഞൂർ മഹായിടവകയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വളരെ തിരക്കുകളുടെ മാസങ്ങളാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞാനിവിടെ ഒരു പുതുമുഖാണോ ഒരു വർഷം പോലും ആയിട്ടില്ല. ഇപ്പോൾ കാഞ്ഞൂർ ഫൊറോന പള്ളിയിലെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദർശന തിരുനാളിന് ഇന്ന് രാവിലെ ഔപചാരികമായി തുടക്കം കുറിച്ചു. ഈ തിരുനാൾ ആഘോഷം കഴിയുമ്പോൾ തന്നെ മറ്റൊരു വലിയൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ട്. അത് കാഞ്ഞൂർ ബൈബിൾ ഫൊറോന കൺവെൻഷനാണ്. 22ാമത് ഫൊറോന ബൈബിൾ കൺവെൻഷനാണ് നടക്കുക. അതേ തുടർന്ന് മറ്റൊരു ഫംഗ്ഷൻ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മളോട് ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഓണത്താലെ എന്ന് പറഞ്ഞു ജനുവരി മാസത്തിൽ വീണ്ടും നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ വാദവരാതെ പറയാൻ പറ്റുന്ന വലിയ തിരുനാൾ ആഘോഷവും വരുന്നുണ്ട്. പിന്നെ ഈ 2 മാസക്കാലം കാഞ്ഞൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ഇവിടെ വന്നു പോകുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആഘോഷങ്ങളുടെ മാസങ്ങളാണ്. ഈ ആഘോഷങ്ങളെ കുറിച്ച് ചെറിയ തോതിൽ വലിയ തിരുനാളിനെ കുറിച്ചുള്ള പ്രസ് മീറ്റൊക്കെ പുറകെ വരുന്നുണ്ട്. കൂടെ പ്രസ് മീറ്റ് വിളിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ 2-3 പ്രോഗ്രാം ഒരുമിച്ചാക്കിയിരിക്കുക. അതുകൊണ്ട് ദർശന തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടും അതേ തുടർന്ന് വരുന്ന കാഞ്ഞൂർ ഫൊറോന തല ബൈബിൾ കൺവെൻഷൻ, അതേ തുടർന്ന് വരുന്ന ക്രിസ്മസ് ആഘോഷം, ഈ 3 പരിപാടികളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മധ്യേ ഒന്ന് അവതരിപ്പിക്കുക. കാഞ്ഞൂർ ഇടവക ഇവിടുത്തെ പ്രസിദ്ധ തിരുനാൾ സെന്റ് സെബാസ്റ്റ്യനാണ്. സെന്റ് സെബാസ്റ്റ്യന്റെ പേരിലാണ് കാഞ്ഞൂർ പള്ളി കൂടുതലും അറിയപ്പെടുക. ഒട്ടേറെ ആളുകൾ ഒരുപാട് ദൂരെ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്ന ഒരു തിരുനാൾ ആഘോഷമാണ്. പിന്നെ അതിൻ്റെതായ പാരമ്പര്യമുണ്ട്, മഹിമയുണ്ട്, പ്രതാപമുണ്ട്, പ്രൗഢിയുണ്ട്. എന്നാൽ കാഞ്ഞൂർ ഇടവകയുടെ സ്വർഗീയ മധ്യസ്ഥ പരിശുദ്ധ കന്യാമറിയമാണ്. സെന്റ് മേരീസ് ഫൊറോന പള്ളി എന്നാണ് ഈ പള്ളിയുടെ ഔദ്യോഗിക പേര് തന്നെ. എല്ലാ പള്ളികളിലും ആ പള്ളികളുടെ ഇടവക മധ്യസ്ഥന്റെ അല്ലെങ്കിൽ മധ്യസ്ഥയുടെ തിരുനാളാണ് ഏറ്റവും വലിയ തിരുനാൾ. പക്ഷെ കാഞ്ഞൂർ പള്ളിയിൽ ഇടവക മധ്യസ്ഥയുടെ തിരുനാളിനേക്കാൾ പ്രമാദമാണ് ഇവിടുത്തെ പ്രത്യേകിച്ച് സെന്റ് സെബാസ്റ്റ്യന്റെ തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് ക്രിസ്ത്യാനോസിന്റെ തിരുനാളാണ് വളരെ വിഖ്യാതമായിട്ടുള്ളത്. പക്ഷെ അതിന്റെ പേരിൽ
ഇടവക തിരുനാളിന് അല്ലെങ്കിൽ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ തിരുനാളിന് ഒട്ടും മാറ്റം കുറയുന്നില്ല. 4 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുനാൾ, അതിനു മുമ്പ് 9 ദിവസം നീണ്ടു നിൽക്കുന്ന നോവേന തിരുക്കർമ്മങ്ങൾ, ഇതൊക്കെ ഇതിനോടനുബന്ധിച്ചുണ്ട്. നാളെ രാവിലെ 7 മണിക്കുള്ള പല കുർബാനകളുണ്ടെങ്കിലും പ്രധാന കുർബാനയുടെ സമയം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 7 മണിക്കുള്ള കുർബാന കഴിയുമ്പോൾ ലൈത്തോരന്മാരുടെ വാഴ്ച എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ പരിപാടി ഈ ദർശന സമൂഹത്തിൽപ്പെട്ടവരിൽ അടുത്ത വർഷത്തേക്കുള്ള പ്രസിഡന്റിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു അതിന് നിയോഗിക്കപ്പെടുന്നവരാണ് ലൈത്തോരന്മാർ. അപ്പൊ അവരുടെ വാഴ്ച നടത്തുന്നു. അവർ ഒരുമിച്ച് കൂടി യോഗം ചേർന്ന് വരും വർഷത്തേക്കുള്ള പ്രസിഡന്റിയെ. ജോയി കണ്ണമ്പുഴ, ജനറൽ കൺവീനർ ലിജോ ഐക്കരേത്ത്, കൈക്കാരന്മാരായ ജോസ് പറയ്ക്കാം, ജോസി കോഴിക്കടൻ, വൈസ് ചെയർമാൻ ഡേവിസ് വാരേക്കുളം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 4TV ന്യൂസ്.